ഹായ് ഹലോ, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ രേവതി ഉമ്മറത്തിരുന്ന് കരയുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ തന്നെ സച്ചി വരികയാണ്. സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്, നീ എന്തിനാണ് കരയുന്നത് എന്നൊക്കെ വിഷമത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമ്മുടെ കട പോയി, നമ്മുടെ കട കോർപ്പറേഷൻകാർ അവിടുന്ന് എടുത്തു കളഞ്ഞു എന്നൊക്കെ പറയാണ് വിഷമത്തോടെ. എന്നിട്ട് രേവതി പറയാണ്, എൻ്റെ സച്ചിയേട്ടൻ എനിക്ക് സ്നേഹത്തോടെ തന്നതല്ലേ ആ പൂക്കട, എന്നിട്ട് ആ കോർപ്പറേഷൻകാർ അത് അവിടെ പാടില്ല എന്നൊക്കെ പറയാണ്. അത് ഇനി അവിടെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടെ രേവതി സച്ചിയോട് ഇങ്ങനെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ കട നഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ് ചന്ദ്ര. പിന്നീട് രവി സച്ചിയോട് പറയുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ, അത് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയാണ്. ആരോ കോർപ്പറേഷനിൽ വിളിച്ച് പരാതി നൽകിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കട നഷ്ടപ്പെട്ടത് എന്ന് പറയാണ്. അപ്പോൾ സച്ചി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കംപ്ലൈൻറ്റ് കൊടുത്തവരെ കിട്ടിയാൽ എന്ന് പറയാണ്. ആരോ പിന്നിൽ നിന്ന് കുത്തിയതാ, ധൈര്യമുള്ളവർ മുന്നോട്ട് വരണം, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാണ് സച്ചി. ചന്ദ്രയുടെയും ശ്രുതിയുടെയും സംസാരം കേട്ടിട്ട് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിന് പിന്നിൽ ഇവർ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. പിന്നീട് സച്ചി ചെന്നിട്ട് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ ആരെന്ന് നമുക്ക് കണ്ടെത്തണം എന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതിയും ശ്രുതിയും റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഇവർ ചെയ്ത പ്ലാൻ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ്. എൻ്റെ പേരിൽ അങ്ങനെ കട തുടങ്ങണ്ട, ഞാൻ കുറേ ദിവസമായി ഞാൻ വിചാരിക്കണേ, ഇനി അത് അങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ഒരുപാട് സന്തോഷിച്ചിരിക്കുകയാണ്, ഇനി രേവതിയുടെ കട ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച്. പിന്നീട് രേവതി ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞതെല്ലാം ആലോചിക്കുകയാണ് വിഷമത്തോടെ. അപ്പോൾ സച്ചി കടന്നു വരികയാണ്. സച്ചി രേവതിക്കുള്ള ഭക്ഷണവുമായിട്ടാണ് വന്നത്. എന്നിട്ട് സച്ചിയാണെങ്കിൽ രേവതിയെ സമാധാനിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.